വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ടെമ്പിളിൽ പോകുവാണ്. അപ്പോൾ ഈ ടെമ്പിൾ എല്ലാവർക്കും അറിയാം, ഫേമസ് ടെമ്പിളാണ് രാജരാജേശ്വരി ക്ഷേത്രം, അതായത് നമ്മളെ നാട്ടിൽ. അപ്പോൾ തളിപ്പറമ്പ് അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് അമ്പലത്തിൽ പോയിട്ട് വിശേഷങ്ങൾ അറിയാം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പോകുന്നത് നമ്മളെ മഹാദേവൻ്റെ ശില്പം അവിടെ ആക്കിയത് അറിയാമല്ലോ എല്ലാവർക്കും. അതും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയല്ലോ. ഇതാണ് നമ്മളെ അമ്പലം. അപ്പോൾ ആ കാണുന്ന പ്രതിമയാണ് അത്. നമ്മൾ ഉദ്ഘാടനത്തിന് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകുന്നു, ഇന്ന് വന്നു. അപ്പം ഇന്നങ്ങനെ തിരക്കൊന്നുമില്ല, ഉച്ച സമയമല്ലേ, അതുകൊണ്ട് തിരക്കൊന്നുമില്ല. അപ്പം എല്ലാവരും നമ്മൾ മൂന്നാളും അമ്പലത്തിലേക്ക് പോകുന്ന വഴികളാണിത്. നല്ല അടിപൊളി അമ്പലമാണ്, എല്ലാവർക്കും അറിയാം ഈ അമ്പലത്തിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുക തന്നെ. നല്ല വെയിലായിരുന്നു, ഭയങ്കര ആടെ ചെരുപ്പ് അയച്ചയച്ച് ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ചരനൂനെ ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇങ്ങനെ ഇത് കൂടാതെ ഒപ്പം തന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കാര്യമായിട്ട് അമ്പലത്തെ എപ്പം പോകാമല്ലോ നമുക്ക്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നോ വെറീസ്. ഇതാണ് നമ്മളെ ശിവൻ്റെ പ്രതിമ, മഹാദേവ്, ഹർ ഹർ മഹാദേവിൻ്റെ പ്രതിമ. നല്ല അവിടെയെല്ലാം ഇരിക്കാനെല്ലാം ഇതെല്ലാം ഉണ്ട്, ബെഞ്ചെല്ലാം ഉണ്ട്. വൈകുന്നേരം സന്ധ്യക്കെല്ലാം പോയാലും നമുക്കിവിടെ ഇരിക്കാം. ഇതിപ്പോൾ നട്ടുച്ചയാണ് നമ്മൾ പോയത്, ആ മരത്തിൻ്റെ കീഴിലാണ്. ആലമരാണോ നോക്കിയിട്ടില്ല ഞാൻ, ആലല്ല, വേറെ മരമാണ്. അപ്പോൾ ഇതിപ്പോഴത്തെ സൈഡിലേക്കൂടെ ഒരു വഴിയുണ്ട്, അയ്യപ്പൻ്റെ അങ്ങോട്ടേക്കാണ്. അങ്ങോ പോയിട്ടില്ല, നമ്മൾ കുറച്ച് ഭാഗം പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ നല്ല വെയിൽ വരുന്നു. എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാനാണ് പോയത്. ഇതെല്ലാം ചുറ്റോട് മതിലിൻ്റെ ഇതിലാണ്, അറിയാലോ എല്ലാവർക്കും. നല്ല ഒരു മൊമെൻറ്റ്സ് ആണ് ഉണ്ടായിനി. അപ്പോൾ നമ്മളെല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ നമ്മൾ ആടെ എല്ലാം കൗണ്ടറെല്ലാം ക്ലോസാണ്. കൗണ്ടറെല്ലാം 5 മണിക്ക് തുറക്കൂലൂ. നമ്മൾ ഉച്ചക്കല്ലേ പോയിന്, ഉച്ചക്ക് അറിയില്ലായിരുന്നു 12 മണിക്ക് പൂട്ടുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എൻട്രൻസിലേക്ക് പുറത്തുനിന്ന് തോന്നിച്ച് പ്രദക്ഷിണം വെച്ചിട്ട് പിന്നെ നമ്മൾ ഊട്ടുപുരയിലേക്ക് പോയി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വന്നത്. അപ്പം അതാണ് ഇതെല്ലാം ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം.
അപ്പോൾ ഗായ്സ് ഈ വഴിയാണ് നമ്മളെ ഊട്ടുപുരയിലേക്കുള്ള യാത്ര. ഞാൻ ആദ്യമായിട്ടാണ് തളിപ്പറമ്പ് അമ്പലത്തിലെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഊട്ടുപുര. അപ്പോൾ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് വേഗം തന്നെ കഴിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റി. അതുകൊണ്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. നമ്മൾ തിരിച്ച് വരുന്ന വാക്കാണ്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാനുണ്ട്. നമ്മുടെ മഹാദേവൻ്റെ പ്രതിമേൻ്റെ മുമ്പിൽ നിന്ന്. അപ്പോൾ അതാണ് ഇത് ഇത് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ എടുത്തത് നല്ല കോമഡി ആയിരുന്നു. ഒരുത്തൻ അവിടുന്ന് വെയിലുമാണ്, പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിനി. ഓരോരാളോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഓൻ കരച്ചൽ എന്നാന്നറിയില്ല, പെട്ടെന്ന് കരച്ചിൽ വന്നു. ഓന് ക്ഷമ തീർന്നാൽ പിന്നെ ഏതാ സ്പോട്ട് ആടുന്ന് വിട്ടോളുക വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന ഉള്ളിൽ കയറിയിട്ടാണ് ഉള്ളത്. നമ്മൾ കുറച്ച് നേരം ആടെയെല്ലാം ഇരുന്ന് കഴിഞ്ഞിട്ട് അവസാനമാണ് ഫോട്ടോന് പോയത്. അമ്മമ്മ വന്നിട്ടില്ല, നമ്മൾ രണ്ടാളാണ് ഫോട്ടോ എടുക്കാൻ പോയിനി. ഒരുത്തനിതാ ആടുന്ന് വിദൂരതയിൽ നല്ല ബെഞ്ച്. ഇപ്പോഴത്തെ നല്ല സെറ്റപ്പാണ്. മറ്റേ ഇതാന്ന് തോന്നുന്നു, ഗ്രൈനൈറ്റാന്ന് തോന്നുന്നത്, മാർബിളാണെന്നാന്ന് തോന്നുന്നു. അതിരിക്കുന്ന ഇനി വെയിലത്ത് കൂട്ടല്ലേ. ഇതാണ് പരിസരം, നല്ല അടിപൊളിയാണ്. ഇതാണ് നമ്മളെ ഭഗവാൻ മഹാദേവൻ, ഇതാണ് നമ്മളെ ശിവഭഗവാൻ. ഇത് വളരെ നല്ല ഇതുണ്ട്, എല്ലാം ഇതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം പത്രത്തിലും നെറ്റിലെല്ലാം വന്നു തന്നെയാണ്. നമ്മൾ പോയത് നമ്മൾ തന്നെ എടുക്കണ്ടേ. അപ്പം അതാണ് ഈ വീഡിയോ. ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം നമ്മൾ എല്ലാം നല്ലോണം തൊഴുവാനും പറ്റി എല്ലാം. പിന്നെ നമ്മളെ ഭഗവാന്റെ മൂർത്തിയും കണ്ടു, ശില്പവും കണ്ടു. അപ്പം ഇനി പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ വരാം. അപ്പം നിങ്ങൾ പതിവ് പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ കാണാം. ബായ്.